ഹലോ. അപ്പോൾ ഇതേ മൂടി പൊക്കി നോക്കിയപ്പോഴാണ് പാല് തിളച്ച് പൊങ്ങുന്നത്. കുറച്ചുകൂടെ താമസിച്ചായിരുന്നെങ്കിൽ ആ പാല് മൊത്തം അവിടെ പോയനെ. ഉമ്മയുടെ പാലിരിക്കുന്നത് ഞാൻ കേട്ടാണ്. അങ്ങനെ തേയിലയൊക്കെ ഇട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് തിളപ്പിച്ചെടുത്ത്. ഐസുമോനില്ല, ഐസുമോനെ മദർസ ചേർത്ത് രജിസ്റ്റർ ചെയ്തില്ല, വെറുതെ ഒന്ന് ഇരുത്തുക. അങ്ങനെ അവന് രാവിലെ ചായയൊക്കെ കൊടുത്ത് ഞാൻ വിട്ടായിരുന്നു. അത് കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് ഞങ്ങളിതേ കുഞ്ഞിനെ വിളിക്കാൻ വേണ്ടി പോകുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതുവഴി പോയപ്പോഴത്തേക്ക് അവൻ്റെ വേറെ വഴി കൂടെ കുറേ പിള്ളേരുമായിട്ട് വന്നു. പിള്ളേരെന്ന് പറയുമ്പോൾ വലിയ പെൺപിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ, ഒറ്റയ്ക്കെല്ലാം വേറെ പിള്ളേരൊക്കെ ഉണ്ട്, അവരുമായിട്ടാണ് വന്നത്. കൊള്ളായിരുന്നോ മദർസ? ഇഷ്ടപ്പെട്ടോ? ഉസ്താദ് അങ്ങനെ അവനോട് ആ കാര്യങ്ങളൊക്കെ ചോദിച്ച് അകത്ത് കൊണ്ടുവന്ന്. അപ്പോഴത്തേക്കും ഉമ്മയാണെങ്കിൽ വേറെ ദോശ ഐസുമോൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ആ ദോശയായിട്ട് അവിടെ അപ്പുറത്ത് നിന്ന് കഴിക്കുന്നു. അപ്പോൾ ഞാനിവിടെ എനിക്ക് വേണ്ടിയുള്ള ദോശ ഉണ്ടാക്കുകയാണ്. എനിക്കാണെങ്കിൽ ഇങ്ങനെ വലിയ ദോശ പോലെ ഉണ്ടാക്കണം, മസാല ദോശ പോലെ. അതിനകത്ത് കുറച്ച് നെയ്യൊക്കെയാണ്, എനിക്കില്ലെങ്കിൽ പറ്റത്തില്ല. ഈ ചമ്മന്തിയുടെ കൂടെയൊക്കെ ഇങ്ങനത്തെ ഉണ്ടാക്കുന്ന ദോശയാണ് അടിപൊളി. അപ്പോൾ ഞാനതൊക്കെ ഉണ്ടാക്കിയതേ കഴിക്കാനിരുന്നു. ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല, രാവിലത്തെ കുറച്ച് വീഡിയോ മാത്രം എടുത്ത്. കുക്കിംഗ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അക്ഷയയിൽ പോകേണ്ട ഒരു ആവശ്യം വന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കുഞ്ഞിനെ കൊണ്ട് ഇവിടെ വിട്ടു, ആശാമ്പള്ളി വിട്ടു. അപ്പോൾ ആശാമ്പള്ളി വിട്ട് അവനിനി 1 മണിയൊക്കെ ആകുമ്പോൾ അവൻ്റെ പഠിത്തം തീരും. ഇപ്പോൾ അക്ഷയയിൽ പോകണം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എല്ലാം ജോലിയെല്ലാം ഒതുക്കിയിട്ട് നമ്മൾ അക്ഷയയിൽ പോകാൻ വേണ്ടി വെള്ളം മേടിച്ചു തരണം, നാരങ്ങ വെള്ളം. അങ്ങനെ ഞങ്ങൾ അക്ഷയയിലെത്തി. ഇത് ഞങ്ങളുടെ പഴയ വീടിൻ്റെ അടുത്തുള്ള അക്ഷയ കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, തിരക്കൊന്നും വലുതായിട്ടില്ലായിരുന്നു. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സാധിക്കാനൊക്കെ പറ്റി. കുറച്ച് നേരമൊക്കെ ഇരിക്കേണ്ടി വന്നു. ഉമ്മയാണെങ്കിൽ ആകെ ബോറടിച്ചിരിക്കും. അങ്ങനെ ഉമ്മയുടെ കൂടെ പോകുന്നതിന് എനിക്ക് കിട്ടുന്ന ഗുണമാണ് ഇത് പിസ്സയും സാൻഡ്വിച്ചാന്ന് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിക്കുന്നതിന് മുമ്പ് ഐസുമോനെ പോയി ആശാമ്പള്ളിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഐസുമോനെ ഇട്ട് അതൊക്കെ കഴിച്ചിട്ട് അവൻ അപ്പുറത്തെ പിള്ളേരുമായിട്ട് കളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അതിനെ അവിടെ കൊണ്ടുവിടുവാണ്. വെയിലില്ല, ഇന്നെന്തോ മഴ പെയ്യെന്ന് തോന്നുന്നു. അങ്ങനെ വെയിലില്ലായിരുന്നു. അങ്ങനെ അവൻ ആ പിള്ളേരുമായിട്ട് കളിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അവൻ അവിടെ നിന്ന് കളിക്കുന്നു. അപ്പോൾ അവൾ നോക്കിക്കോളും. ആ മൂത്ത് കൊച്ച് കണ്ടോ, ആ കൊച്ച് അവൾ നോക്കിക്കോളും. അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അവളിടയ്ക്ക് പറയും അവനെ കൊണ്ടുവിടുന്നു. വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിക്കും അവനങ്ങ്. അപ്പോൾ ഞാനങ്ങ് ഇടയ്ക്ക് ഇവനെ ഇവിടെ കൊണ്ടുവിടുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നവുമില്ല. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.